ഹലോ, ഇന്ന് സൺഡേ ആയത് കാരണം ഒരു വീക്കെൻഡ് വ്ളോഗ് എടുക്കാമെന്ന് കരുതി. ഫസ്റ്റ് ടൈമാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. അത് കാരണം തന്നെ ഇതിൻ്റെ ഒരു പെർഫെക്ഷൻ ഫാക്ടറൊക്കെ മിസ്സിങ് ആയിരിക്കും. എന്തൊക്കെ പറഞ്ഞാലും ബാംഗ്ലൂർ റോഡിലൂടെ നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത ഫീലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്ത വൈബ് തന്നെയാണ്. യൂഷ്വലി സൺഡേസ് ഒക്കെ പുറത്തിറങ്ങുമെന്ന് പറഞ്ഞാൽ നമ്മളൊരു ട്രാഫിക്, അതായത് ഒരു ടൈറ്റ് ട്രാഫിക് തന്നെ എക്സ്പെക്റ്റ് ചെയ്യണം. പക്ഷേ ഇന്ന് എന്താണെന്ന് അറിയില്ല, ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാഫിക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നമ്മൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് വിധാൻ സൗദ റോഡിലൂടെയാണ്. നമ്മൾ ഡെസ്റ്റിനേഷനും അവിടെ തന്നെയാണ്. പൊതുവേ ബാംഗ്ലൂർ ഒരു ക്രൗഡഡ് സിറ്റി ആയതുകൊണ്ട് ഒരുപാട് ട്രാഫിക് സിഗ്നൽസ് താണ്ടിയിട്ട് വേണം നമ്മൾ ഏതൊരു ലൊക്കേഷനിൽ പോകുമ്പോഴും അവിടെ എത്തിച്ചേരാൻ. അങ്ങനെ ഫൈനലി നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിരിക്കുന്ന വിധാൻ സൗദൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വിസിറ്റ് ഒന്നുമല്ല, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് ഈസിലി ആക്സസിബിൾ ആയിട്ടുള്ള ഫസ്റ്റ് പ്ലേസാണ് വിധാൻ സൗദ. അതുകൊണ്ട് തന്നെ ഒരു മോർ ദാൻ 5 ടൈംസ് ഞങ്ങളിവിടെ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇവിടെ വന്നിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു മൈൻഡ് പ്ലീസിങ് ആയിട്ടുള്ളൊരു പ്ലേസ് ആയതുകൊണ്ട് നമുക്ക് നല്ലൊരു ഐ ട്രീറ്റും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. 1951 റഷ്യൻ ഗവൺമെൻറ് അതോറിറ്റീസ് മുഖ്യമന്ത്രിയായിട്ടുള്ള കെൻഗൽ ഹനുമന്തികയെ വിസിറ്റ് ചെയ്യാൻ ബാംഗ്ലൂർ വന്നു. അങ്ങനെ അവർ ചോദിച്ചൊരു ക്വസ്റ്റ്യനിൽ നിന്നാണ് ഈ ഒരു മോണുമെൻറ്റ് ഡെവലപ്പായത്. അതായത് അവർ ചോദിച്ചു, നിങ്ങൾക്ക് ചരിത്ര മോണുമെൻറ്റ്സ്, അതായത് ഹിസ്റ്റോറിക്കൽ മോണുമെൻറ്റ്സ് ഒന്നും ഇവിടെ അവൈലബിൾ അല്ലേന്ന്. അങ്ങനെയാണ് ഇതിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് എന്നാണ് ഇതിൻ്റെ ഹിസ്റ്ററി. 60 ഏക്കറിൽ 6 വർഷം ടൈം പീരീഡ് എടുത്തിട്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇന്നത്തെ കാലത്തെ ചിലവിൽ ഇത് 2 crore എക്സ്പെൻസ് ആണ് മീറ്റ് ചെയ്ത് എന്നാണ് ഹിസ്റ്ററി പറയുന്നത്. മാത്രമല്ല ഗ്രാനൈറ്റ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് തന്നെ ഇതിന് നല്ലൊരു കൂളിംഗ് എഫക്റ്റാണ്, വളരെ ഒരുപാട് സ്പേഷ്യസുമാണ്. ഇതിൻ്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് 5000 ജയിൽ വർക്കേഴ്സിനെ കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ടാറ്റാ ബൈ ബൈ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. ഇനി എങ്ങോട്ടാണെന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ലാതെ വന്ന് ഞങ്ങൾ MG റോഡിലെത്തി. MG റോഡിനെ പറ്റി ഞാൻ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരാവശ്യമില്ല. കാരണം ബാംഗ്ലൂർ സിറ്റിയിലെ ഏറ്റവും മോസ്റ്റ് ഹാപ്പനിങ് ആയിട്ടുള്ള സിറ്റിയിലൊന്നാണ് MG റോഡ്. രണ്ടാമതായിട്ട് വരുന്നത് കോരമംഗല. ഇത് നമ്മളെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അത്യാവശ്യം നല്ല ട്രാഫിക് ആയിരുന്നു, ക്രൗഡഡ് ആയിരുന്നു. പൊതുവെ MG റോഡിൽ നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞിട്ടെങ്കിൽ കുറച്ച് ക്രൗഡഡും ആണ്, കുറച്ച് ഹൈഫൈ ലൈഫും ആണ്. അണ്ടിൽ ഒരു 1 AM വരെ ഇവിടുത്തെ മോസ്റ്റ് ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സിറ്റിയാണ് MG റോഡ്. 1 AM മാത്രമല്ല, അതിനപ്പുറവും പോവും. ഇതാണ് ഇവിടുത്തെ ചേർച്ച് സ്ട്രീറ്റ്. ഇതും MG റോഡിൻ്റെ ഒരു പാർട്ടാണ്. എന്തായാലും ബാംഗ്ലൂർ വിസിറ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഒരിക്കലും MG റോഡ് മിസ് ചെയ്ത് കാണത്തില്ല. ഇവിടെ മിനി ബ്രാൻഡഡ് ഷോപ്സ് അവൈലബിൾ ആണ്. മാത്രമല്ല ചെറിയ രീതിയിലുള്ള സ്ട്രീറ്റ് പർച്ചേസും അവൈലബിൾ ആണ്. നെക്സ്റ്റ് ആയിട്ട് നമ്മൾ പോകാൻ പോകുന്നത് മിനി MG റോഡ്. ഈ MG റോഡിന് തന്നെ വേറൊരു വശമായിട്ടുള്ള MG റോഡിലേക്കാണ്. മിനി MG റോഡിൻ്റെ പേര് മാത്രമേ ഉള്ളൂ. അവിടെ നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതുമാത്രമല്ല നമ്മളെ കോഴിക്കോടിൻ്റെ സ്വന്തം ബ്രാൻഡായിട്ടുള്ള പാരഗണും ഇവിടെ അവൈലബിൾ ആണ്. പാരഗണിലെ ഫുഡ് മാത്രമല്ല, ഇവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ഫുഡ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ചൈനീസ്, ഇറ്റാലിയൻ, ജാപ്പനീസ്, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡ്സ് ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല ബാർ കഫേസും ഈ ഒരു മോളിൽ അവൈലബിൾ ആണ്. സൺഡേയ്സും സ്പെഷ്യൽ ഡേയ്സും ഒരുപാട് എക്സിബിഷൻ സ്റ്റാളുകൾ ഇവിടെ കാണാൻ പറ്റും. അവിടെ നമ്മൾ ചന്തേരി, പിന്നെ കോലാപ്പൂരി, ചിക്കൻ കറി, പിന്നെ ഒരുപാട് രാജസ്ഥാനി ബാംഗിൾ ഐറ്റംസും ഇയറിംഗ് ഐറ്റംസും, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഷോപ്പിംഗ്സ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതിൽ ചിലതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും ചില ഐറ്റംസൊക്കെ റീസണബിൾ റേറ്റിൽ നമുക്ക് കിട്ടും. അതുമാത്രമല്ല പല വെറൈറ്റീസ് ഓഫ് ഓർണമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഞാനിവിടുന്ന് മേടിച്ചത് ഈ ഒരു കുട്ടി ക്യൂട്ട് രാജസ്ഥാനി റിങ്ങാണ്. നല്ല രീതിയിലുള്ളൊരു വീക്കെൻഡ് വൈബ് നമുക്കിവിടെ കിട്ടും. അത് നമ്മൾ ശരിക്കും ലൈഫിൽ 1 ടൈമെങ്കിലും അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. അങ്ങനെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങളുടെ ലൊക്കേഷൻ മെല്ലെ ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ തന്നെ ടൈം അറൗണ്ട് 11 o'clock ആയിട്ടുണ്ട്. അങ്ങനെ മെക്ഡൊണാൾഡ്സിൽ എത്തിയതിന് ശേഷം ഒരു കുട്ടി ബർഗറും ഒരു കോൾഡ് കോഫിയും കുടിച്ച് അന്നത്തെ ഡേ അങ്ങ് വൈൻഡപ്പ് ചെയ്തു. കോൾഡ് കോഫി അത്ര ഹെൽത്തി അല്ല എന്നറിയാം, പക്ഷേ വീക്കെൻഡിലൊക്കെ ഒരു കോൾഡ് കോഫി ആവാം. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ടൈം ഏകദേശം നല്ല ലേറ്റായി. അപ്പോഴും സിറ്റി ഫുൾ ഓണാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.